കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ ഇപ്പോൾ പഴയതുപോലെ ബുദ്ധിമുട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോഴും വ്യവസായി എം.എ. യൂസഫലിയുടെ വാക്കുകൾ ചർച്ചയാകുന്നു. കേരളത്തിൽ കൊച്ചിക്കും തിരുവനന്തപുരത്തിനും പിന്നാലെ പൂർണ്ണ വലിപ്പത്തിലുള്ള മൂന്നാമത്തെ മാൾ ഉയരാത്തതിന് പിന്നിലെ കാരണമാണ് പ്രവാസി വ്യവസായി വ്യക്തമാക്കിയത്. തൃശൂർ നഗരത്തിൽ ലുലു മാൾ പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ചിലരുടെ അനാവശ്യ ഇടപെടൽ കാരണം ഇത് വൈകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2022 പ്രവർത്തനം ആരംഭിക്കാൻ ഉദ്ദേശിച്ചാണ് തൃശൂരിലെ ലുലു മാൾ പദ്ധതിയുമായി മുന്നോട്ടു പോയത്. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതിലെ ഒരു നേതാവിന്റെയും ഇടപെടൽ കാരണം പദ്ധതി അനാവശ്യമായി വൈകുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 3000 പേർക്ക് ജോലി കിട്ടുമായിരുന്ന പദ്ധതിയാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ ആവിഷ്കരിച്ചത്. തൃശൂർ ചിയ്യാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെത്തിയത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ടു പോകുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാൾ പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശൂർ. കേരളത്തിലെ എല്ലാം അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശൂരിന്റെ സംഭാവനയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൊച്ചിയിൽ സംരംഭം തുടങ്ങുന്നതിനും വലിയ പ്രതിസന്ധികൾ ലുലു ഗ്രൂപ്പ് നേരിട്ടിരുന്നു. സമാനമായ പ്രതിസന്ധി ആന്ധ്രാപ്രദേശിൽ ലുലു നേരിടുന്നുണ്ട്. വിജയവാഡ, വിശാഖപട്ടണം, തിരുപ്പതി എന്നിവിടങ്ങളിലാണ് ആന്ധ്രയിൽ ലുലു മാൾ തുടങ്ങാൻ പോകുന്നത്. കോഴിക്കോട് ലുലു മാൾ തുടങ്ങിയ വേളയിൽ മറ്റൊരു മാൾ കൂടി തുടങ്ങുമെന്ന് യൂസഫലി പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ തുടങ്ങിയതിന്റെ പ്രവർത്തനം അവലോകനം ചെയ്താകും അടുത്തത് തുടങ്ങുകയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തിരൂരിൽ ഉൾപ്പെടെ ലുലു സൂപ്പർ മാർക്കറ്റ് വരാനും പോകുകയാണ്. തിരൂരിൽ നെസ്റ്റോ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂരിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ലുലു മാർക്കറ്റ് ആരംഭിച്ചത്. ഹൈലൈറ്റ് മാളിലാണ് ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. 52,000 ചതുരശ്ര അടിയിലാണ് ഈ സൂപ്പർ മാർക്കറ്റ്. കേസ് നടപടികൾ പൂർത്തിയായാൽ ലുലു മാൾ തൃശൂരിലും ഉയരും. തൃശൂരിലെ നാട്ടിക സ്വദേശിയാണ് യൂസഫലി. സ്വന്തം നാട്ടിൽ സംരംഭം തുടങ്ങുക എന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ബിസിനസ്സും വളർച്ചയുമായി മുന്നേറുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സദസ്സിലിരിക്കുന്ന കുട്ടികളോടായി പങ്കുവച്ചു. അതിനിടെ 2025 ആദ്യ സാമ്പത്തിക പാദത്തിലെ മികച്ച വളർച്ചയും നിക്ഷേപകർക്കായി 867 കോടി രൂപയുടെ വമ്പൻ ലാഭവിഹിത പ്രഖ്യാപനത്തിനും പിന്നാലെ GCCയിൽ റീറ്റെയിൽ സേവനം കൂടുതൽ വിപുലമാക്കുകയാണ് ലുലു. ദുബായ് നാദ് അൽ ഹമറിൽ പുതിയ എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. GCCയിലെ 260ാമത്തെയും UAEയിലെ 112ാമത്തെയും സ്റ്റോറാണ് ദുബായ് നാദ് അൽ ഹമറിലേത്. ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എമ്മയുടെ സാന്നിധ്യത്തിൽ ദുബായ് ഔക്കാഫ് ഗവൺമെന്റ് പാർട്ണർഷിപ്പിൽ അഡ്വൈസർ നാസർ താനി അൽ മദ്രൂസി, ഔക്കാഫ് കൊമേഴ്സ്യൽ ബിസിനസ് ഡെവലപ്മെന്റ് പ്രതിനിധി ഗാലിബ് ബിൻ കർബാഷ് എന്നിവർ ചേർന്ന് ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. എം.എ. യൂസഫലിയുടെ ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് മാളാണ് ലുലു മാൾ. ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകൾ ലുലു ഗ്രൂപ്പിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ 5ാമത്തെ ഷോപ്പിംഗ് മാൾ കോട്ടയം മണിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.